നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിൻ്റെ ഏതേത് പോർഷനിൽ, വീടിൻ്റെ പുറത്തല്ല വീടിനകത്ത് ഏതേത് പോർഷനിൽ ടോയ്ലറ്റ് വരാം എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. ഇത് ഒരു വീടാണെന്ന് സങ്കല്പിക്കുക. ഇത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഈ വീട് കിഴക്ക് ദർശനമോ പടിഞ്ഞാറ് ദർശനമോ ആണ് എങ്കിൽ, അല്ല എങ്കിൽ ഏത് ദർശനം വീടായിരുന്നാലും വീടിൻ്റെ 4 മൂലകളും ഒഴിവാക്കുക. ഈ മൂലഭാഗം, വീടിൻ്റെ ഈ മൂല ഒഴിവാക്കുക. പഠിച്ചു കഴിഞ്ഞു നമ്മൾ. മൂലയിൽ ടോയ്ലറ്റ് പാടില്ല. അപ്പോൾ പിന്നെ എവിടെ ഇനി ടോയ്ലറ്റ് അരുതാത്ത ചില സ്ഥലങ്ങൾ കൂടെ ഉണ്ട്. അത് വീടിൻ്റെ ദർശനം കിഴക്കോ പടിഞ്ഞാറോ ആണ് എങ്കിൽ ഇതിൻ്റെ ഒത്ത നടുക്ക് ഒരു രേഖ സങ്കല്പിക്കും. ഇതിനെ ഗ്രഹമധ്യസൂത്രം എന്നാ പറയുക. ഈ ഗ്രഹമധ്യസൂത്രം കടന്നു പോകുന്നിടത്ത് ഒന്നും പാടില്ല. ചുമര് പാടില്ല, സ്റ്റെയർ കേസ് പാടില്ല, അല്ലെങ്കിൽ തൂണ് പാടില്ല എന്ന് പറയും. ഈ ഗ്രഹമധ്യസൂത്രം ഓപ്പണായി കിടക്കണം. അതെങ്ങനെ ഓപ്പണാകും? ജനലോ വാതിലോ വച്ച് ഇത് ഇവിടുന്ന് അതുവരെ ഓപ്പണായി കിടക്കണം. ഗ്രഹമധ്യസൂത്രം കടന്നു പോകാൻ എന്നാ പറയുക. അപ്പോൾ ഈ പോർഷനിലും പാടില്ല. ഈ മധ്യസൂത്രത്തിൽ ഒരിടത്തും പാടില്ല, ഒരിടത്തും പാടില്ല. ഈ 4 കോൺ ദിശകളിലും ഈ ഭാഗത്തും പാടില്ല. അപ്പോൾ തെക്ക് ദർശനം വീടോ വടക്ക് ദർശനം വീടോ ആണെങ്കിലോ ആ ദർശനം വീടുകൾക്ക് ഗ്രഹമധ്യസൂത്രം കടന്നു പോവുക ഇങ്ങനെയാണ്. ഇത് പ്രശ്നമല്ല. അപ്പോ ഇവിടെയോ ഈ രേഖ കടന്നു പോകുന്നിടത്ത് തടസ്സങ്ങൾ പാടില്ല, ടോയ്ലറ്റ് പാടില്ല. പിന്നെ എവിടെ ആകാം? ഉത്തമമായ സ്ഥാനം വിധിച്ചിട്ടുള്ളത്, ഞാൻ മുമ്പ് സെപ്റ്റിക് ടാങ്കിൻ്റെ കേസ് പറഞ്ഞിരുന്ന ആ സ്ഥലം തന്നെയാണ്. ഈ ചിങ്ങം രാശി വരുന്നിടത്തോ ഇവിടെ ധനുരാശിയുടെ ഇത് പോയിട്ട് ഈ മൂല വിട്ടിട്ട് ആകാം. ഇവിടെയും ആകാം, കുംഭൻ രാശിയിലും ആകാം, രാശി സങ്കല്പത്തിൽ വരുമ്പോൾ. അങ്ങനെ എല്ലായിടത്തും വരണമെന്ന് നിർബന്ധമില്ല. മുറിയുടെയും മറ്റ് സംഗതികളുടെയും വെച്ച് അവിടെ വെക്കാൻ ചിലപ്പം പറ്റില്ല. അപ്പോൾ എന്താ ഒരു സൂത്രം? ഗ്രഹമധ്യസൂത്രം കടന്നു പോകുന്നിടത്തും 4 കോണും ഒഴിവാക്കി എവിടെയെങ്കിലും വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത് മറ്റൊരു വിഷയവുമായി ഞാൻ വാസ്തുശാസ്ത്രം നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന ഒരു വിഷയവുമായി ഞാൻ വരുന്നതാണ്. നന്ദി.